ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നൊരു നമ്മൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിക്കാറില്ലേ, കാപ്പിയോ ചായയോ എന്തും കഴിക്കാറില്ലേ, അതിന് പകരം ഒരു ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ ഇതിൽ കാപ്പിപ്പൊടിയൊന്നും ഇല്ല കേട്ടോ. ബാക്കി ഇത് ഈ കാണിക്കുന്ന 8 ഐറ്റംസും ശർക്കരയും 9 ഐറ്റംസ് കൊണ്ടാണ് ഈ കാപ്പി ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറേ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാമെങ്കിലും എൻ്റേതായ നിലയിലൊന്നും പറഞ്ഞു തരാം. ഇത് കൊറിയാണ്ടർ സീഡ്, അതായത് കൊത്തമല്ലി. ഞാനൊരു 10 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 ദിവസത്തേക്കുള്ള കാപ്പി പൗഡർ ഉണ്ടാക്കാനായിക്കൊണ്ടാണ് ഇത്രയും എടുത്തത്. പിന്നെ സുഗന്ധദ്രവ്യങ്ങളായ ഏലക്കായ, കുരുമുളക്, കറാമ്പൂവ്, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ കറാമ്പൂവ്, പിന്നെ 10 ഏലക്കായ, ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 2 ടീസ്പൂൺ തുളസി പൗഡർ, പിന്നെ 2 ടീസ്പൂൺ ടർമറിക് പൗഡർ വേണം, പിന്നെ 2 ടീസ്പൂൺ സിനമൺ പൗഡറും വേണം. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. നമുക്ക് ക്യുമിൻ സീഡ് കുറച്ച് വേണം, അത് 2 ടീസ്പൂൺ. അത് നല്ല ജീരകം, അതും കൂടി ഇതിൽ പൊടിക്കുമ്പോൾ ചേർക്കേണ്ടതാണ്. ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്, പക്ഷെ കാണിക്കാൻ വിട്ടുപോയി, സോറി. ഇതിന് മധുരത്തിനായി ഞാൻ എടുക്കുന്നത് പനഞ്ചക്കരയാണ്. ഞാൻ ശ്രീലങ്കൻ പനഞ്ചക്കരയാണ് വാങ്ങിക്കാറ്. അത് നമുക്ക് ലുലുവിലൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട്. ഇതിൻ്റെ ഷേപ്പ് തന്നെ നമ്മുടെ ചിരട്ടയില്ലേ, ചിരട്ടയിലേക്ക് അവർ ഇത് ചെയ്തിട്ട് ഈ പനയോല കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ഉള്ളത്. ഞാൻ ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് പനഞ്ചക്കര. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതല്ല, നമുക്ക് നാട്ടിൽ ചക്കര എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ കിട്ടാനുണ്ട്. മെഡിസിനും ഒക്കെ എടുക്കുന്ന, ആയുർവേദ മെഡിസിനൊക്കെ എടുക്കുന്നത്. ഇത് ഇവിടെ കിട്ടുന്നത്, ദുബായിൽ കിട്ടുന്നത്, ലുലു കിട്ടുന്നുണ്ട് ഇങ്ങനെ. നമ്മുടെ സാധാരണ വിലത്തിനേക്കാളും ത്രിബിൾ ഉണ്ട് ഇതിൻ്റെ വില. ഇത് നമ്മൾ പൊട്ടിച്ചിട്ടിട്ട് ബോട്ടിലിട്ട് വെക്കുക. ഒന്നുകിൽ പൊടിച്ച് ചേർക്കുമ്പോൾ ചിലപ്പം ചിലർക്ക് മധുരം കൂടുതൽ വേണ്ടി വരില്ല, ചിലർക്ക് മധുരം കുറവേ വേണ്ടുള്ളൂ. അപ്പം കുറവും കൂടുതലും വേണ്ടുന്നവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിഷമമാണ്. അതുകൊണ്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ചെറിയ പീസുകളായിട്ട് കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് ബോട്ടിലിട്ട് വെച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചേർക്കാൻ പറ്റും. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. ഏർലി മോർണിംഗിൽ തന്നെ ഇതുകൊണ്ടൊരു കാപ്പി കുടിച്ചാൽ അടിപൊളിയാണ്. അന്നത്തെ ദിവസം ഒരു ഉന്മേഷം കൂടുതലാണ്. നമുക്ക് ത്രോട്ടിനൊക്കെ കിച്ചെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ചുമ, ഇതിനൊക്കെ നല്ല മാറ്റം കിട്ടും. ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴൊക്കെ നല്ലൊരു എനർജി ബൂസ്റ്റിംഗ് ആണ് ഇതുകൊണ്ടുണ്ടാവുന്നത്. ഈ പാം ജാഗ്രി ഞാൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയിട്ടാൽ മതി. ഇനി ഇതേ ശർക്കര തന്നെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സാധാരണ വെള്ളം കൊണ്ട് കാപ്പി ഉണ്ടാക്കാം. നമ്മുടെ എനർജി ബൂസ്റ്റിംഗ് കോഫി പൗഡർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കഴുകി ഉണക്കിയ ബോട്ടിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചുക്ക് പൊടിക്ക് പകരം ജിഞ്ചർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കത് കിട്ടാനുണ്ടെങ്കിൽ ചുക്ക് പൊടിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സിനമൺ പൗഡർ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ സിനമൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതി, അതായിരിക്കും ഏറ്റവും ഗുണം. മഞ്ഞൾപ്പൊടിയും നാട്ടിൽ നിന്ന് നമ്മൾ മില്ലിൽ പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. വീട്ടിൽ ഒരുപാട് തുളസി ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ തണലിലിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും, അതാണ് ഏറ്റവും ഗുണം. ഞാനും കുറേ തുളസി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ സ്റ്റാഫ് നമുക്ക് 2-3 കിലോ തുളസി തന്നെ, നല്ല ഫ്രഷ് തുളസി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ. അത് കഴുകിയെല്ലാം ഉണക്കി ഒന്നും കളയാതെ ഞാൻ പൊടിച്ചു വെച്ചു. അത് ഇപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്നു.
അപ്പോഴും നമ്മുടെ എനർജി ബൂസ്റ്റിംഗ് കോഫി പൗഡർ റെഡി. നമുക്കിനി ഏർലി മോർണിംഗിൽ ഒരു കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ പൗഡറും പിന്നെ ആവശ്യത്തിന് ശർക്കരയല്ല ചക്കരയും പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് ഒരു 2 മിനിറ്റ് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. ശേഷം അതിലേക്ക് മിൽക്ക് ചേർക്കാം. മിൽക്ക് വേണ്ടാത്തവർക്ക് മിൽക്ക് ചേർക്കാതെയും കഴിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ മിൽക്ക് ചേർത്താണ് കഴിക്കാറ്. നിങ്ങൾക്ക് എൻ്റെ ഈ എനർജി ബൂസ്റ്റിംഗ് ഗൃഹവൈദ്യം ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഹോം റെമഡി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.